ഹലോ, ഞാൻ സാലിം സേർ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കഠിനമായ റിവിഷൻ ഫേസിലൂടെ ആയിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. ഞാൻ ഡോപ്പിൽ പഠിക്കുന്ന സമയത്ത് ഇതേ ഫേസിൽ കടന്നു പോയത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറേ എക്സാംസ് വരുന്നുണ്ടാവും. ഡെയിലി 5 എക്സാം വരുന്ന ദിവസം, 2 എക്സാം വരുന്ന ദിവസം, ഒരു വലിയ എക്സാം വരുന്ന ദിവസം, അങ്ങനെ പല ദിവസങ്ങളും നിങ്ങൾക്ക് ഇനി ഇങ്ങനെ കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ എക്സാമിനായിട്ട് നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ചിലവായിരിക്കും. നിങ്ങളൊക്കെ ഈ എക്സാമൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അന്നേരം തന്നെ വന്നിട്ടുണ്ടായൊരു തോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ പഠിക്കാനും ടൈം കിട്ടുമല്ലോ, കുറച്ച് റിവിഷൻ കുറച്ചും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ അടുത്ത എക്സാമിന് കുറച്ചും കൂടി, അതായത് ഒരു വലിയ എക്സാം വരുമ്പോൾ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, ആ ഒരു തോട്ട് വരും. പക്ഷേ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആണ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ നീറ്റിൻ്റെ അകത്ത് നമുക്ക് ആകാത്ത ടൈമേ ഉണ്ടാവും. നമ്മൾ സാധാരണ ഇരിക്കുന്ന അല്ലാത്ത ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഏലിയൻ എൻവയറമെൻ്റ് ആയിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അവിടുത്തെ നമ്മൾ ഇൻവിജിലേറ്റർ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എക്സാം എഴുതുന്നത് ഒരു ഡീഫോൾട്ടായിട്ട് വരേണ്ടതായിരിക്കണം. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉത്തരങ്ങൾ എഴുതുന്നതൊക്കെ ആ ഒരു ഫ്ലോയിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ എക്സാം എഴുതി ശീലിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ നീറ്റിൻ്റെ സമയത്ത് അത്ര തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എക്സാം ഒന്നും എഴുതാതെ നമ്മൾ തിയറി മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ജസ്റ്റ് ഒരു ഹിക്കപ്പ് ഉണ്ടാവും. നമുക്കിങ്ങനെ എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. നമുക്ക് ഉത്തരം അറിയാം, പക്ഷെ എന്തോ പറ്റില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് കറക്റ്റായിട്ട് എക്സാം എഴുതാൻ പറ്റണമെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യണം. അതായത് റിവിഷൻ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് പല തെറ്റ് പറ്റിക്കുന്നതുണ്ടാവും, പല സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ചില ദിവസം നമ്മൾ പനി പിടിച്ചിട്ട്, ചില ദിവസം ക്ഷീണിച്ചിട്ട്, അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എക്സാം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റിലേക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കാറുണ്ട്, റിവിഷൻ ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്, എക്സാം എഴുതാറുണ്ട്. ഇതിൽ ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാം എഴുതാന്നുള്ളതാണ്. കാരണം എക്സാംസ് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കും. ഇവിടുന്ന് നമുക്ക് എക്സാം എഴുതുമ്പം പ്രമോദ് സാറും അതുപോലെ അഷ്റഫ് സാറൊക്കെ ഇടുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഓരോ എക്സാമിനും ഓരോ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ ഗൈഡിലൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും മാറിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ, ആ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എഴുതാൻ വേണ്ടി പഠിക്കും. നമ്മളിങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടും. അതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ എക്സാമും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് വലിയ റിസൾട്ടോ വലിയ ചേഞ്ചോ ഒന്നും കാണില്ല. പക്ഷേ നീറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും എക്സാംസിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുന്നുള്ളൊരു മൈൻഡിൽ പഠിക്കാൻ നോക്കുക. ഓൾ ദ ബെസ്റ്റ്.